സെക്കൻഡോ തേർഡ് ഫസ്റ്റ് അശ്മിൽ അടിച്ചു കൺഫേം ആണ് റാങ്ക്. സിദ്ധാർത്ഥ്, വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് എക്സാം? രണ്ട് പിക്ക് എടുത്താൽ പിക്കെങ്കിലും കിട്ടും, അല്ലാതെ എക്സാം എൻ്റെ മാർക്ക് പ്രഡിക്റ്റ് ചെയ്യണേ. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ മഞ്ചേരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അശ്മിൽ അവിടെ നിൽക്കും, അവനെ എടുത്തിട്ട് വേണം ഇനി നമ്മുടെ എക്സാം ഹാളിലേക്ക് പോകാൻ. അപ്പോൾ അവൻ്റെ കോസ്റ്റ്യൂം ഞാനൊന്ന് ഗസ് ചെയ്യാൻ പോവാണ്. അവൻ ഇന്ന് ഇടുക അറബികൾ ഇടുന്ന വെച്ചാൽ കുറുക്ക ആ സാധനമില്ല, അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല, അതായിരിക്കും ഉണ്ടാവില്ല. അതും ഉണ്ടാവും, വെള്ള ക്യാപ്പും ഉണ്ടാവും. നോക്കാനോ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. സിദ്ധാർത്ഥ്, എല്ലാം സെറ്റ് അല്ലേ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. റാങ്ക് 2, റാങ്ക് 3, റാങ്ക് 1. ഞാൻ ഗ്ലോബലാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ആ ഗ്ലോബൽ റാങ്കിന്റെ വരെ ഞാൻ പറഞ്ഞു, പിന്നെ അതിൽ കുറയ്ക്കുന്നത്. ATX എടുത്താ മതി. അടുക്കണ്ടേ? ഉണ്ട്, ഇവിടെ ഉണ്ടാവും, ഞാൻ നോക്കിയില്ല. പക്ഷെ അതിലെ എത്ര റാങ്ക് മിക്കവാറും ഒരു സെക്കൻഡോ തേർഡ് ഉണ്ടാവും. ഇടുന്ന വെച്ചാൽ കുറുക്ക ആ സാധനമില്ല, അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല, അതായിരിക്കും ഉണ്ടാവില്ല. അതും ഉണ്ടാവും, വെള്ള ക്യാപ്പും ഉണ്ടാവും. ഇതടിക്കും, എന്തായാലും ഇതും അടിക്കും, എഫും അടിക്കും. 2 എക്സാം ആട്ടോ. എനിക്ക് മെയിനാണ് അശ്മിലെ നടക്കുള്ളൂ 2 എക്സാം ഒക്കെ. അടുത്ത പ്രാവശ്യം ലെവല് 4 ഒരുമിച്ച് എടുക്കാന്ന് പറഞ്ഞു. അടുത്ത സെഷൻ കൊണ്ട് ഇത് തീരും. SSC എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി, അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് മാത്രമേ നടക്കൂ. ബാത്റൂമില് ഇതുകൊണ്ട് കിട്ടില്ല. റാങ്ക് 3, റാങ്ക് 1. ഞാൻ ഗ്ലോബലാണ്. സെക്കൻഡോ തേർഡ് ഉണ്ടാവും. ഇതും അടിക്കും, എഫും അടിക്കും. ഇനിയാണെങ്കിലും കിട്ടും, നീ ഒക്കെ എഴുതിയിട്ടില്ലേ? കൺഫേം ആണ് റാങ്ക്. ഒരു അടുത്ത പ്രാവശ്യം ഒന്നും കൂടി നന്നായിട്ട് എഴുതാൻ വേണ്ടിട്ട് ഈ പ്രാവശ്യം വിട്ടുകൊടുത്താൽ നമുക്ക് ബാസിൽസ് തന്നെ മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടി ബാസിൽസ് തന്നെ കാണണം. സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കാൻ പോകണം. നീ ഇപ്പൊ ചൂടുവോ? രണ്ട് പിക്ക് എടുത്താൽ പിക്കെങ്കിലും കിട്ടും, അല്ലാതെ എക്സാം റാങ്ക് ആണ്. 15,000 റുപ്യ കൊടുത്ത് പോകുന്നു കോളേജിൽ. സിദ്ധാർത്ഥ്, വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് എക്സാം? റിസൾട്ട് വരട്ടെ, നമ്മൾ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഓൾ ഇന്ത്യ റാങ്ക് ഓർ ഗ്ലോബൽ റാങ്ക്? ഗ്ലോബൽ ഒന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ മാർക്ക് പ്രഡിക്റ്റ് ചെയ്യണേ. ഒന്നെങ്കിൽ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ 45 നുറുക്ക പൊട്ടുള്ളൂ. പാസ്സാവാന്നുണ്ടെങ്കിൽ 50 സംതിങ് പാസ്സാവും. അറൗണ്ട് 50. അതിന്റെ പ്രോബബിലിറ്റി എക്സെപ്ഷൻ പാസ്സാകുന്ന സംശയമാണ്. My God, sentimental and psychological move. നമ്പർ ഏകദേശം ഒരു 50 to 3 അതന്നെ. മാക്സിമം റേഞ്ച് പോയ ഒരു 57 അതിനോള് പോകുന്നില്ല. ഇനി സിദ്ധു ബൈൻ്റെ ഫെയിൽ ആവുകയാണെങ്കിൽ 48, പാസ്സാവുകയാണെങ്കിൽ 58. പാസ്സാവാൻ 50. 58 10 മാർക്ക് വ്യത്യാസം. ആ 10 മാർക്കിന്റെ വ്യത്യാസം A സെക്ഷനിൽ നിന്നാണ്. പക്ഷെ ഇതിലുള്ളത് ഞാൻ FM തിരിച്ചെടുക്കുന്നതാണ്. രണ്ടും പോയ നല്ല രസമുണ്ട്. രണ്ടും പോയ 32,000 രൂപ പുറത്താക്കും. ഞാൻ വണ്ടി എടുത്തിട്ട് എന്റെ വീട്ടിൽ. വളരെ നല്ല ദിവസമായി പോയി. വളരെ നല്ല അല്ല, ഒരു വണ്ടി എന്നാണ് നമ്മളെ വണ്ടിന്റെ മുന്നിൽ വീണ്. എക്സാം വളരെ ഉഷാറായിരുന്നു കേട്ടോ. ഇതേപോലെ തന്നെ എക്സാമും പാസ്സായാൽ മതിയായിരുന്നു. ഞങ്ങൾ പോവുകയാണ്. ഇനി അടുത്ത എക്സാമിനാണ്. എക്സാം തോറ്റിന് നല്ല ഇനി അടുത്ത PM. കഷ്ടായി പോയി. അതാണ് സങ്കടം. സിദ്ധാർത്ഥിന് നല്ല രീതിയിൽ 3 മാസം കൊണ്ട് വരട്ടെ. അതെ. അപ്പൊ കാണാം. See you. Bye. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? അതെ, ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. അപ്പൊ അശ്വിനിലും ഷാദിലിനൊക്കെ പറഞ്ഞു വിട്ടു. കുറച്ച് നേരത്തുണ്ടായ ആക്സിഡന്റ്
തലനാരി ഇഴക്കി വീട്ടുകാരോ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. കാരണം അവനൊക്കെ നേരെ ഒന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ തെറിച്ച് അപ്പുറത്ത് പോയനെ. പിന്നെ അതിനെ കൊണ്ട് എടുത്ത് ആശുപത്രിയിൽ പോകണം, കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പണി കിട്ടിയാനെ. അപ്പൊ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ പതുക്കെ പോവായതുകൊണ്ട് സൈഡാക്കി ഒതുക്കാൻ പറ്റി. അപ്പൊ നിങ്ങളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഓടിക്കുക. ബൈക്ക് കൊണ്ട് തോന്നിവാസം കാണിക്കാൻ നിൽക്കരുത്. അവരുടെ മുട്ടിലും അവിടെ ഇവിടെയൊക്കെ മുറിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും നമ്മൾ റെസ്പോൺസിബിൾ അല്ല. അവൻ ഓൾറെഡി ഓവർടേക്ക് ചെയ്തൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്തിട്ടാണ് കയറുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അത്ര പറയാനുള്ളൂ, കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. കാരണം നമ്മുടെ വണ്ടിയിൽ തട്ടിയിട്ടില്ല, നമ്മൾ അവനെ തട്ടിയിട്ടില്ല. ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കാനൊക്കെ ഞാൻ നോക്കി, പക്ഷേ ഇവിടെ ഒന്നും ഹോട്ടലുകളൊന്നും കാണാനില്ല. അപ്പം ഇനി എവിടെയെങ്കിലും ഹോട്ടൽ ഉണ്ടെങ്കിൽ അവിടെ പോയി ഫുഡ് കഴിക്കണം, എന്നിട്ട് നേരെ വീട്ടിൽ പോകണം. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് പുതിയൊരു റെസ്റ്റോറൻറ്റ് കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. KR ബേക്കറിയാണ് ചോദിച്ചിട്ടാണ് കയറിയത് പുതിയത്. പക്ഷേ ഇത് KR അല്ല, ഇത് KR ആണ്, K6. അപ്പോൾ അവിടെ കയറി നമുക്ക് വേണ്ട ഷവായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു. നല്ല ഫുഡാട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരേണ്ടി വരും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഈ അടുത്ത് ഞാൻ കയറിയതിൽ വെച്ച് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഇവിടെ തന്നെയാണെന്ന് നമുക്ക് ഒരു ഡൗട്ടില്ലാതെ പറയാം. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ. അപ്പോൾ അത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഒരു എക്സാം ഡേ വ്ളോഗ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.